കുട്ടികളിൽ ജന്മന ഉണ്ടാകുന്ന വൈകല്യങ്ങൾ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എപ്പോഴും മദറിൻ്റെ പ്രഗ്നൻസി ഹിസ്റ്ററിയിലായിരിക്കും. എപ്പോഴും കേൾക്കുന്നതാണ്, പ്രഗ്നൻ്റ് ആയ അമ്മേനെ നമ്മൾ വിഷമിപ്പിക്കാൻ പാടില്ല, അവരെപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കണം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. കൂടെ ഉള്ളവരും അത് ശ്രദ്ധിക്കണം എന്നും പറയാറുണ്ട്. അപ്പം അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഫസ്റ്റ് 3 months അമ്മ പ്രഗ്നൻ്റ് ആയ ഫസ്റ്റ് 3 months കുട്ടിൻ്റെ സ്ട്രക്ചർ ഫോം ചെയ്യുന്നത്. അവരുടെ ബോഡിയിലുള്ള ഓരോ അവയവങ്ങളും ഫോം ചെയ്യുന്നത് ഈ ഫസ്റ്റ് 3 months. അപ്പോൾ ഈ ടൈമിൽ അമ്മ സ്ട്രെസ്ഡ് ആണ്, എന്തെങ്കിലും ഫാമിലി ഇഷ്യൂസോ, ഇനിയിപ്പോൾ വർക്കിംഗ് വുമൺ ആണെങ്കിൽ അവിടുത്തെ വർക്ക് സ്പേസിലുള്ള എന്തെങ്കിലും സ്ട്രെസ്സോ ഒക്കെ ഉണ്ട്, അമ്മ അതിനോട് ഭയങ്കര സെൻസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഈ കുട്ടിക്ക് വൈകല്യങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതായത് ഫിസിക്കൽ അബ്നോർമാലിറ്റീസ് ഉണ്ടാവും, അവയവങ്ങളിൽ എന്തെങ്കിലും അബ്നോർമാലിറ്റീസ് ഉണ്ടായിട്ട് ആയിരിക്കും ആ കുട്ടി വളരുന്നുണ്ടാവുക. അതേസമയം ഒരു 4th month മുതൽ 9th month വരെയാണ് ഈ ഫോം ചെയ്ത അവയവങ്ങളുടെ ഫങ്ഷൻസ് ഫോം ചെയ്യുന്നത്. അതായത് അതിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നത് 4th to 9th month. അപ്പം ഇപ്പോൾ ഈ കുട്ടി ഒരു ജനിച്ചതിന് ശേഷം നമുക്ക് ആ കുട്ടീൻ്റെ അവയവങ്ങളുടെ ഫങ്ഷനിൽ എന്തെങ്കിലും തകരാറ്, ഇപ്പോൾ ഓർഗൻസ് ഒക്കെ കറക്റ്റ് ആയിരിക്കും, പക്ഷേ അതിൻ്റെ പ്രവർത്തനം പ്രോപ്പർ ആവില്ല. ഇപ്പം ഹാർട്ട് കറക്റ്റ് ഫോം ചെയ്തിട്ടുണ്ടാവും, പക്ഷേ അതിൻ്റെ പമ്പിങ് പ്രോപ്പർ ആവില്ല. അങ്ങനെയൊക്കെയുള്ള ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം എപ്പോഴും മദറിന് 4th to 9th month എന്തെങ്കിലും ടെൻഷൻസ് ഉണ്ടായിട്ടുണ്ടാവും. അതിന് കാരണമായിട്ടുള്ള എന്തെങ്കിലും ഒരു മെൻ്റൽ സ്ട്രെസ് അമ്മയ്ക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇത്തരം വൈകല്യങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം എല്ലാ അമ്മമാർക്കും ഇപ്പോൾ ഇത് കേൾക്കുമ്പോൾ അമ്മമാർക്ക് ടെൻഷൻ ഉണ്ടാവും, എൻ്റെ കുട്ടിക്ക് അത് വരുമോ, ഞാനിപ്പോൾ ഇങ്ങനെയുള്ള സ്ട്രെസ്ഡ് ആണ് അപ്പോൾ എനിക്കത് വരുമോ എന്നുള്ള സംശയം ഉണ്ടാവും. പക്ഷേ അമ്മമാർ അതിനോട് സെൻസിറ്റീവ് ആണെങ്കിൽ മാത്രമേ അത് കുട്ടിക്ക് വരുള്ളൂ. അതേസമയം അമ്മമാർ ആ ഒരു സിറ്റുവേഷനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുള്ളൂ, അവരതിനെ പോസിറ്റീവായിട്ട് ഹാൻഡിൽ ചെയ്യുകയാണെങ്കിൽ കുട്ടിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരില്ല. അതേസമയം അമ്മമാർക്ക് അതിനുള്ള സപ്പോർട്ട്, കൂടെയുള്ള പാർട്ട്ണറിൻ്റെ അടുത്ത് നിന്നുള്ള സപ്പോർട്ട് അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സിൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെ ഒരു സ്ട്രെസ്ഡ് സിറ്റുവേഷനിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഇഷ്യൂസ് ഒന്നും വരാൻ ചാൻസസ് ഇല്ല. പക്ഷേ അതേസമയം അമ്മമാർ സെൻസിറ്റീവാണ്, അവർക്ക് ആ ഒരു സിറ്റുവേഷൻ പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അത് കുട്ടികളെ ബാധിക്കും.